ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതിയുടെ തീരത്ത് കോൺഗ്രസിന്റെ AICC സമ്മേളനം നടന്നു. സംഘപരിവാരം ഇതിനകം തട്ടിക്കൊണ്ടുപോയ സർദാർ വല്ലഭായ് പട്ടേൽ, അവരെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധി എന്നിവരെ തിരികെ പിടിക്കുക എന്നുള്ള ഒരു വൈകാരികമായ ലക്ഷ്യം ഈ സമ്മേളനത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ സംഘടനാപരമായ പരിഷ്കരണമായിരുന്നു പ്രധാന ദൗത്യം. ഈ സമ്മേളനത്തിലുണ്ടായ ഒരു പ്രധാന തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒരു നല്ല ശതമാനം നേതാക്കളുടെയും ഊണും ഉറക്കവും കെടുത്തുന്നതാണ്. അവർ വല്ലാത്ത അങ്കലാപ്പിലായിരിക്കുക ഈ തീരുമാനം പുറത്തു വന്നതോടെ. AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഭാഷയിലാണ് ഈ തീരുമാനം സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ഇനി കോൺഗ്രസിന്റെ പോഷക സംഘടനകളിലോ, KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, അതുപോലെ തന്നെ സേവാദൾ, അങ്ങനെ പല പല പോഷക സംഘടനകൾ, അതിലൊക്കെ എന്തെങ്കിലും പദവി കിട്ടണമെങ്കിൽ, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ സർക്കാരിൽ എന്തെങ്കിലും സ്ഥാനം ലഭിക്കണമെങ്കിൽ പണിയെടുക്കണം. പണിയെടുക്കുന്നവർക്ക് മാത്രമേ ഇനി പദവികളുള്ളൂ. അതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണഗതിയിൽ നല്ല അലക്കി തേച്ച ഖദർ ഷർട്ട് മുണ്ട് കൊടുത്ത് പോക്കറ്റിൽ വലിയൊരു കറുത്ത പഴ്സ് തിരുകി കയ്യിലൊരു മൊബൈൽ ഫോൺ, പറ്റുമെങ്കിൽ അത് iPhone ആയിരിക്കണം, അതുമായിട്ട് ബൈക്കിലോ കാറിലോ രാവിലെ പുറത്തേക്ക് ഇറങ്ങുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ശരാശരി കോൺഗ്രസ് പ്രവർത്തകന്റെ, ഒരു ഇടത്തരം കോൺഗ്രസ് നേതാവിന്റെ ദിനചര്യ എന്ന് പറയുന്നത്. അതിനി നടപ്പില്ല. ഇങ്ങനെ ചുളുങ്ങാത്ത ഖദർ ഷർട്ട് ഇട്ട് നടക്കുക അതിനി സാധ്യമല്ലെന്നാണ് മല്ലികാർജുന ഖാർഗെയുടെ ഈ പ്രസംഗം അല്ലെങ്കിൽ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത്. ഇത് എത്രത്തോളം നടപ്പാകും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഖാർഗെജി, അങ്ങയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തപ്പോൾ, അതും ഞങ്ങളുടെ ശശി തരൂരിനെ തോൽപ്പിച്ചിട്ട്, ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം, ചെറിയാച്ചന്റെ ക്രൂരകൃത്യം എന്നൊക്കെ പറഞ്ഞ പോലെ ഖാർഗെജിയുടെ ക്രൂരകൃത്യം എന്ന് വിശേഷിപ്പിക്കേണ്ട ഈ തീരുമാനം അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ നോക്കുമ്പോൾ അങ്ങയുടെ തീരുമാനം മാത്രമല്ല, ഇത് രാഹുൽ ഗാന്ധി കൂടെ എടുത്ത തീരുമാനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. AICCയുടെ തീരുമാനമാണല്ലോ. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയും കാൽനടയായി നടന്ന് ഭാരത് ജോഡോ യാത്ര നടത്തിയ ആളാ. പാർട്ടിക്ക് വേണ്ടി നന്നായിട്ട് വിയർപ്പൊഴുക്കിയ അല്ലെങ്കിൽ വിയർപ്പൊഴുക്കുന്ന ഒരാളാ. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗതി എന്താകും, സ്ഥിതി എന്താകും എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അങ്കലാപ്പ് ഉണ്ടാകാതിരിക്കുമോ? ഉറക്കം നഷ്ടപ്പെടുമോ? ഉണ്ണാൻ ഒരു താല്പര്യമില്ലാതെ ഇരിക്കുമോ? ഞങ്ങളാണെങ്കിൽ പണിയെടുത്ത് ശീലിച്ചിട്ടുമില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ. മറ്റു സംസ്ഥാനങ്ങളിലും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്നാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് അറിയാൻ മേലാത്തത് കൊണ്ട് അതേപ്പറ്റി പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞവരുടെ ഒരു വേഷവിധാനങ്ങളുമായി പോക്കറ്റിൽ ഒരു 500 രൂപയുടെ നോട്ടും തിരികെ പുറത്തേക്ക് ഇറങ്ങി പാർട്ടി ഓഫീസൊക്കെ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനം സാധാരണഗതിയിൽ നടക്കുന്നത്. കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിലുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് ഞങ്ങളുടെ ഒരു പ്രധാന താവളമാണ്, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസ്, ഇന്ദിരാഭവൻ. പ്രതിപക്ഷത്താവുമ്പോൾ ഇന്ദിരാഭവനും കന്റോൺമെന്റ് ഹൗസും അല്ലാതെ വേറൊരു ആശ്രയമില്ല. കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവും ഇന്ദിരാഭവനിൽ KPCC പ്രസിഡന്റും ഇല്ലെങ്കിൽ അവിടങ്ങളും ശൂന്യമായി പോകുന്നതാണ് കോൺഗ്രസിലെ പതിവ്. ഭരണമുള്ളപ്പോൾ ലേശം ശുപാർശ, അതിന് കിട്ടുന്ന ചെറിയ പോക്കറ്റ് മണി, ഡീൽ അല്പം വലുതാണെങ്കിൽ, നല്ല വരായികയുള്ള ഒരു ഇടപാടാണെങ്കിൽ വരുമാനവും അല്പം കൂടും. അങ്ങനെയൊക്കെ ജീവിച്ചു പോരുകയായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷമായിട്ട് അധികാരമില്ലാത്തത് കൊണ്ട് ഈ വക പാർട്ടി പ്രവർത്തനം, അതായത് ഈ ശുപാർശ മുതലായ പ്രവർത്തനങ്ങൾ തീരെ കുറഞ്ഞിരിക്കുക. ഇനി അധികാരത്തിൽ വന്നിട്ട് വേണം VD സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്ന് മുഖ്യമന്ത്രി ആയിട്ട് വേണം തൊഴിലൊന്ന് കൊഴിപ്പിക്കാനെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പള്ളക്കടിക്കുന്ന തീരുമാനമാണ് ഈ സബർമതി AICC സമ്മേളനം എടുത്തിരിക്കുന്നത്. സമ്മേളനം വളരെ ഉഷാറായിരുന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്തുക, BJPക്കെതിരായിട്ട് കൂടുതൽ ശക്തരാക്കി നിർത്തുക, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരിക, അതായിരുന്നുവല്ലോ AICCയുടെ ലക്ഷ്യം. അത് ഗുജറാത്തിൽ നിന്നായത് നന്നായി. മോദിയുടെ സ്ഥലമാണ്. മോദി അവിടെ നിന്നാണ് തേരോട്ടം തുടങ്ങിയത്. അവിടെ നിന്നാണ് റെഡ് ഫോർട്ടിലേക്ക് കടന്നു കയറി ചെന്നത്. അപ്പൊ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഗുജറാത്തിൽ നിന്ന് തന്നെ എടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സംഘടനാ തലത്തിലും ആശയതലത്തിലും
സമഗ്രമായ ഒരു അഴിച്ചുപണി, അതാണ് AICC സമ്മേളനത്തിൽ ഉദ്ദേശിച്ചത്. അത് എത്രത്തോളം നടന്നു എന്നുള്ളത് അവരുടെ പ്രമേയങ്ങൾ വിശദമായി വായിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. എന്തായാലും BJPക്കെതിരെ ശക്തമായ ഒരു യുദ്ധമുഖം തുറക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട്. സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രമേയത്തിലുണ്ട്. പക്ഷേ ഇന്ത്യയെ ഇങ്ങനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് എതിരായിട്ടുള്ള ഒരു പുതിയ നീക്കം, അത് സഖ്യകക്ഷികളുടെ കൂടെ സഹായത്തോടെ നടത്തണം. അതിന് വിട്ടുവീഴ്ചയാവാം എന്ന് തന്നെയാണ് AICC സമ്മേളനവും പറയുന്നത്. വിഭജിക്കുക എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വിഭജിക്കുക, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ അകറ്റുക, ദക്ഷിണേന്ത്യയെയും ഉത്തരേന്ത്യയും തമ്മിൽ അകറ്റുക. ഇപ്പൊ ഈ ഭാഷാ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിന്റെ പേരില്ല. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം BJPക്ക് അറിയാം. ഹിന്ദി അടിച്ചേൽപ്പിച്ചാൽ തമിഴ്നാടും മറ്റ് ദക്ഷിണ സംസ്ഥാനങ്ങളും അത് പെട്ടെന്നങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നറിയാം. അതിനാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് വരുന്നത്. ഇപ്പൊ തന്നെ വഖഫ് ബോർഡ് ഭേദഗതി ബില്ല് പാസ്സാക്കി കഴിഞ്ഞു. അതെന്തിനു വേണ്ടിയായിരുന്നു? മുസ്ലിങ്ങളുടെ അധീനതയിലുള്ള സ്വത്ത് അത് അടിച്ചെടുക്കുന്നതിനുള്ളൊരു നീക്കമായിരുന്നു. നമുക്കവിടെ മുനമ്പവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ ഭേദഗതി ബില്ലും മുനമ്പവും തമ്മിലുള്ളത് ഒരു വളരെ നേരിയ ബന്ധം മാത്രമാണ്. ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. കേരളത്തിൽ ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ നസ്രാണികൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് മുനമ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയ എന്തോ നിയമമാണെന്നാണ്. വഖഫ് ഭേദഗതി ബില്ല് അത് കഴിഞ്ഞപ്പോഴാണ് പൂച്ച പുറത്തിയാടിയത്. വെറും പൂച്ചയല്ല, ഒരു ഭീകര ജീവി. അതായത് ഓർഗനൈസറിൽ വന്ന ലേഖനം, അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒന്ന് വിശദമായിട്ട് പറഞ്ഞതാ. ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത്, പ്രത്യേകിച്ച് കത്തോലിക്കരുടെ 7 കോടി ഹെക്ടർ ഭൂമിയും 20,000 കോടി രൂപയുടെ സ്വത്തും ഉണ്ടെന്നാണ് ഇപ്പൊ RSSകാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാനുള്ള നീക്കം അവർ ആരംഭിക്കാൻ പോവുക. ചർച്ച് ബില്ല്, ചർച്ച് ബോർഡ്, ഇതൊക്കെ ഇനി ഉടനെ ഉണ്ടാവും. അങ്ങനെ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും തമ്മിൽ അകറ്റുന്നതിന്, ഭിന്നിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ശക്തമായ നീക്കം, സമരം, ഇതൊക്കെയാണ് കോൺഗ്രസ് ഈ AICC സമ്മേളനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിടയ്ക്കൊന്ന് പറഞ്ഞു ഇതൊക്കെ എത്രത്തോളം നടപ്പാക്കും എന്നുള്ളത്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക, ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ എത്ര AICC സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ചിന്തൻ ശിബിരങ്ങൾ ഇതൊക്കെ നടത്തി കഴിഞ്ഞു. സൂരജ് കുണ്ട്, പച്മടി, ഉദയപൂര്, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടത്തിയതാണ്. ഏറ്റവും അവസാനം ബെൽഗാമിൽ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെയും അവസാനത്തെയുമായ കോൺഗ്രസ് സമ്മേളനം നടത്തിയ ബെൽഗാമിൽ അതിന്റെ 100-ാം വർഷം ആചരിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു വലിയ സമ്മേളനം നടത്തി. അവിടെ എടുത്ത തീരുമാനം എന്തായിരുന്നു എന്നറിയാവൂ? ഉദയപൂര് ചിന്തൻ ശിബിറിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുക, അതായിരുന്നു അവിടുത്തെ തീരുമാനം. ആ പഴയ ചിന്തൻ ശിബിറുകളിലെ തീരുമാനങ്ങളൊക്കെ അതൊന്ന് നടപ്പായി കിട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസ് എന്നേ അധികാരത്തിൽ തിരിച്ചു വരുമായിരുന്നു. പക്ഷെ ഖാർഗെജി ഈ സമ്മേളനത്തിൽ നമ്മളെ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ തീരുമാനം, പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രവർത്തകരായിട്ട് പണിയെടുക്കുന്നവർ മതി, അല്ലാത്തവർ ദയവായി പിരിഞ്ഞു പോകണം. അങ്ങ് പറഞ്ഞല്ലോ, പാർട്ടിക്കായി പ്രവർത്തിക്കാത്തവർ ഒഴിഞ്ഞു പോകട്ടെ. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, DCC പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകത്തിന്റെ ഭാരവാഹികൾ, ഈ നിലയിലൊക്കെ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തവർ സ്വയം പിരിഞ്ഞു പോകട്ടെ. അവർക്കിനി പാർട്ടിയിൽ സ്ഥാനമില്ല. ഈ ഒരൊറ്റ തീരുമാനം നടപ്പാക്കിയാൽ മതി, കോൺഗ്രസ് തിരിച്ചു വരും. കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കുമോ? പ്രവർത്തകരെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതങ്ങോട്ട് കർശനമായി നടപ്പാക്കിയാൽ KPCCയിലും DCCയിലും ഒക്കെ ധാരാളം കസേരകൾ ഒഴിഞ്ഞുവെന്ന് വന്നേക്കാം. വലിയൊരു ഒഴിച്ചുപോക്ക് അല്ലെങ്കിൽ ഒഴിവുകൾ വലിയ തോതിൽ ഉണ്ടായേക്കാം. അതങ്ങനെ സംഭവിക്കട്ടെ. പണിയെടുക്കുന്നവർ മതി ഇനി പാർട്ടിയിൽ, അതങ്ങോട്ട് നടപ്പാവട്ടെ. അടിയന്തരാവസ്ഥക്കാലത്തൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, നാവടക്കൂ പണിയെടുക്കൂ എന്ന്. അതൊന്ന് പരിഷ്കരിച്ചാൽ മതി. നാവടക്കൂ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കി പണിയെടുക്കൂ എന്ന് മാറ്റിയാൽ അത് ധാരാളം അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രയോജനങ്ങൾ പാർട്ടിക്ക് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. DCC പ്രസിഡന്റുമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ആരോ തയ്യാറാക്കിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ കുറച്ചുപേരൊക്കെ പാസ് മാർക്ക് നേടി, 1-2 DCC പ്രസിഡന്റുമാര് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി എന്നൊക്കെ കേട്ടിരുന്നു. അതുപോലെ തന്നെ ഖാർഗെജി നമ്മുടെ ഈ KPCC ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള മറ്റ് ഭാരവാഹികളുടെ കാര്യത്തിൽ
ഇത്തരത്തിലുള്ള ഒരു പഠനം നടന്നിട്ടുണ്ടോ? അവരുടെ പ്രവർത്തനം സംബന്ധിച്ച് അവര് ചെയ്ത ജോലികൾ ഇതൊക്കെ എത്രത്തോളം തൃപ്തികരമാണ് എന്ന മട്ടിൽ എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഈ സംഘടനാ പരിഷ്കരണം വരുമ്പോൾ സംഘടനാ നേതൃരംഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. KPCC പ്രസിഡന്റ് മാറുമോ? KPCC പ്രസിഡന്റ് മാറിയാൽ തീർച്ചയായിട്ടും ജനറൽ സെക്രട്ടറിമാർ മാറും. ഇതുവരെയുള്ള ആളുകളെ വിട്ടേക്കുക. അങ്ങനെ ഒരു പുനഃസംഘടന നടക്കുകയാണെങ്കിൽ ഇനി ചുമതലകളിലേക്ക് വരുന്ന ജനറൽ സെക്രട്ടറിമാരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിന് ഒരു സംവിധാനം വേണം. നിരീക്ഷിച്ചാൽ പോരാ, അത് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ അലമാരിയിൽ വെച്ച് പൂട്ടിയാൽ പോരാ, അതൊക്കെ പരസ്യപ്പെടുത്തണം. കുറഞ്ഞ പക്ഷം കോൺഗ്രസ്സുകാർക്കിടയിലെങ്കിലും അത് അറിയണം, അവരെ അറിയിക്കണം. അവരൊന്ന് മനസ്സിലാക്കട്ടെ, അവരെ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് എന്നുള്ളത്. രാജസ്ഥാനിലെ ഒരു വനിതാ കോൺഗ്രസ് നേതാവ് രഹന റയാസ് ചിസ്തി എന്നാണ് അവരുടെ പേര്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ആള് മലയാളിയാ, കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കാരിയാ. അവിടെ ജോലി സംബന്ധമായിട്ടോ മറ്റോ പോയി അവിടെ സ്ഥിരതാമസമായി മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു പ്രമുഖ വനിതാ നേതാവ് അല്ലെങ്കിൽ നേതാവാണ്. വനിതാ നേതാവെന്ന് പറയേണ്ട കാര്യമില്ല, നേതാവാണ്. അവര് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതൊരു ആപ്തവാക്യമായിട്ട് കോൺഗ്രസിന് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരു പോളിംഗ് ബൂത്തിലേക്ക് പുതുതായി 10 പേരെയെങ്കിലും കൊണ്ടുവരുന്ന ആളുകളെ ആവണം അതത് തലങ്ങളിൽ നേതാക്കളാക്കേണ്ടത്. ഒരു നല്ല നിർദ്ദേശമാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട അധികാരം, ആ അധികാരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തിരിച്ചു വരണമെങ്കിൽ വോട്ടാ വേണ്ടത്. അത് പോളിംഗ് ബൂത്തുകളിലാണ് സംഭവിക്കേണ്ടത്. അവിടെ പുതുതായിട്ട് 10 പേരെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന 10 പേരെ പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർ നേതാക്കളായാൽ പ്രവർത്തകരായാൽ ഖാർഗെജി അങ്ങയുടെ പാർട്ടി നന്നാകും, യാതൊരു സംശയവും വേണ്ട. ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം DCCയുടെ ശാക്തീകരണമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ളൊരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പുതിയ രീതി അനുസരിച്ച് DCC പ്രസിഡന്റുമാർക്ക് വലിയ വിപുലമായ അധികാരങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭകളിലേക്കും എന്തിന് പാർലമെന്റിലേക്ക് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതിന്, ശുപാർശ നൽകുന്നതിന് അവർക്ക് അവകാശം കിട്ടാൻ പോവുകയാണ്. അത് സ്വീകരിക്കപ്പെടേണ്ട ശുപാർശകളായിരിക്കും. DCC പ്രസിഡന്റുമാർക്ക് ലഭിക്കാൻ പോകുന്ന അധികാരങ്ങളെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ അതേപ്പറ്റി വിശദമായി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യം ഖാർഗെജി അല്ലെങ്കിൽ PCC പ്രസിഡന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. അതായത് DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു, അത് നിങ്ങളുടെ തീരുമാനം, അത് നടപ്പാക്കുക. ഇത് തമിഴ്നാട്ടിലെ DMKയുടെ സമ്പ്രദായം കടമെടുക്കുന്നതാണെന്നൊക്കെ എവിടെയോ വായിച്ചു. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുവരെ സംഘടനാപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യസാധ്യങ്ങൾക്കോ തിരുവനന്തപുരത്തുള്ളവരെ കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇനി ഇത്തരം കാര്യങ്ങൾക്ക് സംഘടനാപരമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനുള്ളതോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവുന്നത് സംബന്ധിച്ചോ ഒക്കെ ജില്ലയിലുള്ളവരെയും കൈകാര്യം ചെയ്യണം, അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ളവരെയും കൈകാര്യം ചെയ്യണം എന്നുള്ള സ്ഥിതി വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ DCC ശാക്തീകരണം അത് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ കേട്ടത് അല്ലെങ്കിൽ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കുന്നത് യോഗ്യരായ ആളുകളെ മാത്രമേ മണ്ഡലം, ബ്ലോക്ക്, ജില്ല മുതലായ തലങ്ങളിലേക്ക് നിയമിക്കാവൂ. ഇനി സംസ്ഥാനത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. യോഗ്യരായ ആളുകളെ അല്ല കൊണ്ടുവരുന്നതെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവര് അതിന് മറുപടി പറയേണ്ടി വരും എന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് സാർ ഈ യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുക? അതിന്റെ മാനദണ്ഡം എന്തുവാ? നിങ്ങളുടെ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് മണ്ഡലം മുതലുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടത്. അത് അംഗത്വം കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് കമ്മിറ്റി മുതൽ തിരഞ്ഞെടുപ്പ് നടത്തി മണ്ഡലം, ബ്ലോക്ക്, ജില്ല, PCC അങ്ങനെയാണ് ഭാരവാഹികൾ ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ ഈ സബർമതി സമ്മേളനത്തിൽ പോലും വായിച്ചെടുത്തോളം പ്രമേയങ്ങളൊന്നും വായിച്ചിട്ടില്ല. കിട്ടിയ വിവരങ്ങളനുസരിച്ച് പാർട്ടിയിൽ പുതിയ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പുകൾ വിവിധ തലങ്ങളിൽ വാർഡ് മുതൽ മുകളിലോട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. യോഗ്യരായ ഉത്തമരായ ആളുകളെ അതത് സ്ഥാനങ്ങളിൽ നിയമിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെയാണ് സർ അല്ലെങ്കിൽ ഖാർഗെജി, രാഹുൽജി, കെ സുധാകർജി, ഇവിടെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം കിടക്കുന്നത്. BJPയിലും CPMലും ഒക്കെ നാമമാത്രമായിട്ടെങ്കിലും ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്.
BJPയിലെ വളരെ രസകരമായ തെരഞ്ഞെടുപ്പായിരുന്നു. നോമിനേഷൻ കൊടുക്കാത്തവരും ജില്ലാ പ്രസിഡന്റുമാരായി എന്നാണ് കഥ കേൾക്കുന്നത്. അതെന്തുമാവട്ടെ, അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നു. ഇപ്പോൾ ഇവിടെ ഈ സബർമതി സമ്മേളനത്തിന്റെ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ അറിയുന്നതിന് മുമ്പ് പറയുക, ഇതനുസരിച്ച് നടക്കാൻ പോകുന്നത് നോമിനേഷൻ തന്നെയാണ്. അത് കോൺഗ്രസിനെ എങ്ങനെ രക്ഷിക്കും, എത്രത്തോളം രക്ഷിക്കുമെന്ന് ആലോചിക്കണം. ഈ സബർമതി സമ്മേളനത്തിൽ വംശനാശം സംഭവിക്കുന്ന ഒരു വസ്തു കാണുകയുണ്ടായി. അത് AICC സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മാത്രം കാണാൻ കിട്ടുന്നതാണ്. ഖദർ തൊപ്പികൾ, ഗാന്ധി തൊപ്പികൾ. നമ്മുടെ ഖാർഗേജിയും സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലും ഒക്കെ കോൺഗ്രസ് തൊപ്പി വെച്ചുകൊണ്ടാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. നമ്മൾ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും കണ്ടത് അതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ കോൺഗ്രസ് തൊപ്പി വെച്ച ദൃശ്യങ്ങൾ കണ്ണിൽപ്പെട്ടില്ല. വെച്ചിട്ടുണ്ടാവും, കുറ്റം പറയുന്നതല്ല. ഈ സമ്മേളനത്തില് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച യൂണിഫോം വെളുത്ത ടീഷർട്ടായിരുന്നു. ഈ വെളുത്ത ടീഷർട്ടിന് ഈ ഗാന്ധി തൊപ്പി അത്ര ചേരുകയില്ലല്ലോ.